ശ്രീലേ, നമസ്കാരം. നമസ്തേ. ശ്രീലേ, നമ്മുടെ ഈ ഏറ്റവും ഒടുവിൽ തുടങ്ങിയ ഒരു ചാനലാണ് ബിഗ് ടി വി. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വലിയ പ്രചാരണം നടക്കുന്നുണ്ട്. അതായത് ബിഗ് ടി വിയുടെ ക്യാമറയെല്ലാം അത് സപ്ലൈ ചെയ്തിരുന്ന വാടകക്കാർ, അതായത് വാടകയ്ക്കാണ് ഇത് എടുത്തിരുന്നത്, അതെല്ലാം അവരെടുത്തോണ്ട് പോയി. ചാനൽ വലിയ പ്രതിസന്ധിയിലാണ്. നമ്മുടെ ധാരാളം സുഹൃത്തുക്കൾ അതിൽ ജോലി ചെയ്യുന്നുണ്ട്. ഹൈദരാബാദിലാണ് അതിന്റെ ആസ്ഥാനം. ആദ്യം സ്റ്റുഡിയോ തിരുവനന്തപുരത്ത് തുടങ്ങുന്നു, അല്ല കൊച്ചിയിൽ തുടങ്ങുന്നു പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പൊ അത് അവിടെയാണ്, ഈ പറഞ്ഞ പോലെ തെലങ്കാനയിൽ ആണ് അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഈ സെൻട്രൽ ഡെസ്ക് ഒക്കെ അവിടെയാണ്. അപ്പൊ ഞാൻ ഇതൊരു ഈ പറഞ്ഞതുപോലെ ഒരു ക്രൈസിസ് ആണോ, ഒരു പ്രതിസന്ധിയാണോ? ഈ ചാനല് ഇത്രയും പേര് ജോലി ചെയ്യുന്നുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളടക്കമുള്ളവർ അതിലുണ്ട്. അപ്പൊ അതൊരു ഒരു അത്ര സുഖകരമായ ഒരു വാർത്തയല്ല അത് കേൾക്കുന്നത്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? അതായത് ഈ കാര്യം സംസാരിക്കുമ്പോൾ ആദ്യം മുതൽ തന്നെ, ബിഗ് ടിവിയുടെ തുടക്കം മുതൽ തന്നെ ആദ്യം ഉണ്ടായൊരു വലിയ കൊട്ടിഘോഷിച്ച് വന്ന ഒരു ചാനലാണ് ബിഗ് ടി വി. പക്ഷേ കൊട്ടിഘോഷിച്ച് ചാനലുകൾ വരുമ്പോഴും ഇതിനൊരു പ്രതിസന്ധി ഉണ്ടാകുന്നത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം പ്രതിസന്ധി ഉണ്ടായാലും ഇവിടുത്തെ ജേർണലിസ്റ്റുകളെ വലിയ രീതിയിൽ ബാധിക്കും. അത് മാത്രമല്ല, ഈ ജേർണലിസ്റ്റുകൾക്ക് എങ്ങും ജോലി കിട്ടാത്ത സാഹചര്യം ഉണ്ടാകും പലർക്കും. ഇപ്പൊ തന്നെ സുജയ പാർവതിയെ ചീഫ് എഡിറ്റർ ആക്കിക്കൊണ്ടാണ് ആ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. ഇനി സുജയ പാർവതിക്ക് ഈ ചാനലിൽ നിന്നും പുറത്തേക്ക് പോകണമെങ്കിൽ ചീഫ് എഡിറ്ററായി പോകാൻ പറ്റും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയിലേക്ക് പോകുക എന്നുള്ളതല്ലാതെ സുജയെ സംബന്ധിച്ച് വേറെ ഓപ്ഷൻ ഇല്ല. താഴോട്ട് പോകാൻ കഴിയില്ല, മുകളിലേക്കല്ലേ പോകാൻ കഴിയും. വളരെ ഉയർന്ന പദവിയിലിരിക്കുന്നു. പദവി മാത്രമല്ല, ശമ്പളം, അത്രയും വലിയ ശമ്പളത്തിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ബിഗ് ടി വിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ചാനലിന്റെ ആവശ്യം കേരളത്തിൽ ആവശ്യമോ അല്ലെങ്കിൽ ഒരു ചാനൽ വരുമെന്നോ പോലും പ്രതീക്ഷിക്കാത്ത സമയത്താണ് വളരെ പെട്ടെന്ന് ഒരു ബിഗ് ടി വി പെട്ടെന്നാണ് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിന് കിട്ടിയ ഹൈപ്പ് മലയാള സിനിമയിലെ ഇന്ത്യൻ സിനിമയിലെ രാജമൗലിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അനിൽ അയിരൂരിനെ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ കുറച്ച് ആങ്കർമാരെ കൊണ്ടുവന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാനൊരു ചാനലിനെ കാണുന്നത് വ്യത്യസ്തമായ തലത്തിലാണ്. അതായത് ഏതൊരു മാധ്യമ സ്ഥാപനത്തിന്റെയും നട്ടെല്ല് അവിടുത്തെ മാധ്യമ പ്രവർത്തകരാണ്. ആ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നതിൽ തന്നെ റിപ്പോർട്ടർമാരാണ്. ഞാൻ ഇപ്പം കഴിഞ്ഞ ഒരു 10 വർഷമായി ചാനലുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജേർണലിസം അല്ല, ആങ്കറിസമാണ്. അതായത് ആങ്കർമാരെ മുൻനിർത്തിയാണ്, ആങ്കർമാരെന്തോ മഹാസംഭവമാണ് എന്ന് മുൻനിർത്തിക്കൊണ്ട് ആണ് പലപ്പോഴും ഈ ചാനലുകൾ വരുന്നത്. ഇവിടെയും വ്യത്യസ്തമല്ല. അതായത് ഈ പല ആങ്കർമാരും കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ള, ആങ്കർ എന്ന പദവിയിൽ ജോലി ചെയ്തിട്ടുള്ള 90% ആങ്കർമാരും വാർത്തയുമായി ബന്ധമില്ലാത്തവരോ അല്ലെങ്കിൽ വാർത്ത വായിക്കുക മാത്രം ചെയ്യുന്നവരാണ്. നമ്മളിപ്പോ മാധ്യമ പ്രവർത്തനവുമായിട്ട് തന്നെ ബന്ധമില്ലാത്ത ചിലരുണ്ടാവും. അങ്ങനെയും ഉണ്ടാകും. ചിലരെ വെറും ആങ്കർമാരായി തന്നെ. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഏഷ്യാനെറ്റ് തുടങ്ങിയ സമയത്തൊക്കെ ആദ്യം ആങ്കർമാരെ കുറച്ചുപേരെ കാണാൻ ഭംഗിയുള്ള സ്ക്രീൻ പ്രസൻസ് ഉള്ള ആൾക്കാരെ വെറുതെ എടുക്കുന്നു, നല്ല ശബ്ദമുള്ള ഭാഷാശുദ്ധിയുള്ളവരെ എടുക്കുന്നു. അത് ദൂരദർശനും അങ്ങനെയൊക്കെയാണ്. അപ്പൊ അവർക്ക് അവരുടെ പുറകിൽ നല്ല മിടുക്കന്മാരായ റിപ്പോർട്ടർമാരും സബ് ഉണ്ടാവും. അപ്പൊ അവരാണ് പലപ്പോഴും വാർത്ത, ഒരു സ്ഥാപനത്തിന്റെ, ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ബേസിക്, അവരുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വാർത്തയാണ്. അപ്പൊ ആ വാർത്ത, നല്ല വാർത്തകൾ ഉണ്ടായെങ്കിൽ മാത്രമേ ആങ്കർക്ക് ഇതിരുന്ന് വായിക്കാനോ അല്ലെങ്കിൽ ചർച്ച ചെയ്യാനോ കഴിയുള്ളൂ. ഇതിപ്പോ കഴിഞ്ഞ കുറെ നാളുകൊണ്ട് കാണുന്നത് ഏതെങ്കിലും ഒരു വാർത്തയെ അനാവശ്യമായ സെൻസേഷനലിസം കലർത്തി കൃത്രിമമായ ഭാഷയിലൂടെ അല്ലെങ്കിൽ താൻ എന്തോ മഹാസംഭവമാണെന്ന് കാണിച്ച് ആരെങ്കിലും എതിരാളികളെ തകർക്കുന്ന രീതിയിൽ ആ വാർത്തയിൽ കഴമ്പൊന്നും കാണില്ല. അങ്ങനെയുള്ള വാർത്തകൾ തകർന്നടിഞ്ഞു പോകും. അതാണ് റിപ്പോർട്ടർ ചാനലിൽ ആദ്യഘട്ടത്തിൽ കാണിച്ചിരുന്ന ഒരു ഗിമ്മിക്ക്. അതായിരുന്നു ചില വാർത്തകൾ, വ്യാജ വാർത്തകൾ നിർമ്മിച്ചുകൊണ്ട് മണിക്കൂറുകളോളം നീളുന്ന ചർച്ച നടത്തുക. പലതും തകർന്നു വീഴുന്നത് നമ്മൾ കണ്ടതാണ്. നമ്മൾ കണ്ടൊരു വാർത്ത, ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോ കറാച്ചിയിൽ ബോംബിട്ടു എന്നൊരു ഒരു വലിയ, അതായത് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വാർത്ത. ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച്, കറാച്ചി തുറമുഖം ഇന്ത്യ ആക്രമിക്കുക എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം പാകിസ്ഥാൻ വീണു എന്നാണ്. അതൊരു പരിപൂർണ യുദ്ധത്തിലേക്ക് പോയി എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ഒരു വാർത്തയൊക്കെ കൊടുക്കാൻ സത്യത്തിൽ ഈ പണി ഒരു 10-20 വർഷമായിട്ട് ചെയ്യുന്ന ഒരാൾ എനിക്ക് ഇപ്പോഴും കൈവറയും. അതായത് എങ്ങനെ, അതാണ് ധൈര്യം എന്ന് പറയുന്നത്. ഈ ഷിരൂര സംഭവമാണെങ്കിലും ഷിരൂര് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ലൈവ് കാണിച്ച് അങ്ങ് സെൻസേഷനലിസം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പോലീസുകാരുമായി ബന്ധപ്പെട്ടിട്ട് ഒരു അടിസ്ഥാനവും ഇല്ലാത്ത ഒരു വാർത്ത
ചമച്ച് കെട്ടി പോലീസുകാരെല്ലാം കൂടി ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തു എന്ന് വരുത്തി തീർത്ത് പോലീസിൽ വലിയ ബലാത്സംഗം നടക്കുന്ന വെച്ചാൽ അതൊക്കെ തകർന്നു വീണ മിനിറ്റുകൾക്കുള്ളിൽ തകർന്നു വീണതാണ്. ഇതെല്ലാം ബാധിക്കുന്നത് മാധ്യമപ്രവർത്തകരുടെ വിശ്വാസ്യതയാണ്. മാധ്യമപ്രവർത്തകരുടെ വിശ്വാസ്യതയാണ്, മാധ്യമപ്രവർത്തനത്തിന്റെ വിശ്വാസ്യതയാണ്. പണ്ട് കാലത്തെ മാധ്യമപ്രവർത്തകരെ സത്യത്തിൽ ദൈവത്തെ പോലെ കണ്ടിരുന്നു ജനങ്ങൾ എന്നുള്ളതാണ്. ഇന്ന് മാധ്യമപ്രവർത്തകരെ കണ്ട അടി കിട്ടും എന്ന അവസ്ഥയിലാണ്. എത്ര മാധ്യമപ്രവർത്തകർക്കാണ് ക്രെഡിബിലിറ്റി അവകാശപ്പെടാൻ കഴിയുക? അതൊരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു വലിയ പിടിവാശിയുണ്ട്. ഞാൻ പറയുന്ന ഒരു വാർത്ത തെറ്റരുതെന്ന് എനിക്ക്, കാരണം എന്റെ വില കളയരുതെന്ന് ഞാൻ ചിന്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഏത് സമയം, അത് പ്രശാന്തും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് വിഷയത്തിലും എടുക്കുന്ന നിലപാടുകളിൽ അത് തീർച്ചയായും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന ഒരു വാർത്ത അത് ജനങ്ങളുടെ ഇടയിൽ വിശ്വാസ്യതയുണ്ട്. നമ്മുടെ ചാനലൊക്കെ കാണാൻ വരുന്നത് വളരെ ചെറിയ പരിമിത സാഹചര്യത്തിലും വലിയ പണമൊന്നും മുടക്കാതെ യൂട്യൂബിലാണ് ഇപ്പോൾ നടത്തുന്നത്. മറ്റ് ഓൺലൈൻ നമ്മളെല്ലാം മുഖ്യധാര മാധ്യമങ്ങളിൽ നിന്ന് വന്നവരാണ്. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ വാർത്തയ്ക്ക് അത്ര ആൾക്കാർ മതി, സെൻസേഷൻസ് കൊണ്ട് വാർത്ത വേണ്ട, അല്ലെങ്കിൽ പണം വാങ്ങിച്ച് വാർത്ത ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള ആ നിലപാടിന് നിലപാടാണ്. ആ നിലപാട് അത് മാധ്യമപ്രവർത്തനത്തിന്റെ എത്തിക്സ് ആണെന്ന് വിശ്വസിക്കുന്ന, മാധ്യമപ്രവർത്തനം ഇഷ്ടപ്പെടുന്ന, നാളെയും മാധ്യമപ്രവർത്തനം നന്നായി പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഈ തലമുറയിലെ ചില ആൾക്കാരെന്ന രീതിയിൽ എനിക്ക് വളരെ 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 നിർബന്ധമുണ്ട്. ഞാൻ പറയുന്ന ഒരു വാക്ക് തെറ്റരുത്, ഞാൻ പറയുന്നത് ഒരു വൃത്തികെട്ട ഭാഷയായിരിക്കരുത്, ഉപയോഗിക്കാൻ പറ്റുന്ന, അതായത് പത്രപ്രവർത്തനത്തിന് പറ്റുന്ന ഭാഷ ഉപയോഗിക്കാവൂ എന്നൊക്കെ എനിക്ക് ഒരു ധാരണയുണ്ട്. ഇനി അതിനും അപ്പുറത്തേക്ക് ഞാൻ ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ വിഷയത്തെ പഠിച്ച ശേഷം മാത്രമേ സംസാരിക്കുള്ളൂ. ഇവിടെ പലപ്പോഴും ചെയ്യേണ്ടത്. ഇപ്പൊ ഇവിടെ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ചാനലിന്റെ തുടക്കം മുതൽ തന്നെ, തുടക്കത്തിൽ ഇവർ ഈ പറയുന്നത് ഇപ്പോ അനിൽ അയിരൂർ എന്ന് പറയുന്ന ഒരാളെ മുൻനിർത്തിയാണ്. അന്ന് അനിൽ അയിരൂർ എന്തോ മഹാസംഭവമാണെന്ന് പറയുന്നത്. കെട്ടിലും മട്ടിലും വിഷ്വലിലും കാണിക്കാൻ, അതായത് കെട്ടും മട്ടും വിഷ്വലുമാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ചാനലിന്റെ ഒരു കെട്ടും മട്ടും ഒരു ഭംഗിയും ഉണ്ടാക്കാൻ, അതായത് ഒരു മനുഷ്യനെ വെച്ച് നോക്കിയാൽ ആ മനുഷ്യനെ പ്രസന്റ് ചെയ്യുന്നത് നമ്മുടെ ഒരു അറ്റയർ, ആ അറ്റയർ ഡിസൈൻ ചെയ്ത് നല്ല ഭംഗിയിലാക്കാൻ കഴിയും. പക്ഷെ നമ്മുടെ വാക്കും നമ്മുടെ ഉള്ളിലെ കാര്യങ്ങളും നമ്മുടെ ഐഡന്റിറ്റിയും വ്യത്യാസമാണ്. അതുപോലെയാണ് ഈ ആങ്കർമാരെയും അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന അനിൽ അയിരൂരിനെയൊക്കെ വലിയ സംഭവമാക്കി ചിത്രീകരിക്കുമ്പോൾ ഉണ്ടാകുന്നത്. എന്നാൽ അത് കൃത്യമായി ആയോ എന്ന് ചോദിച്ചാൽ ഇല്ല. റിപ്പോർട്ടർ ചാനലിന്റെ തനി കോപ്പിയടി റിപ്പോർട്ടർ തന്നെ, അദ്ദേഹം തന്നെയാണ് ചെയ്തത്. അതേ കോപ്പിയടി, അതേ മൈക്ക്, അതേ കളർ ടോണ്, എല്ലാം അത് തന്നെ, ഒരു വ്യത്യാസവും ഇല്ലാത്ത രീതിയിൽ പേര് മാത്രം മാറ്റി എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി അതേപോലെ തന്നെ ഒരു ചാനൽ വരും. അത് ഒരു ചലനവും സൃഷ്ടിക്കാൻ കഴിയാത്ത, ഈ നിമിഷം വരെ ഒരു ചലനവും സൃഷ്ടിക്കാൻ കഴിയാത്തൊരു ചാനലായി മാറിയിരിക്കുന്നു. ഇപ്പൊ റിപ്പോർട്ടർ ചാനൽ അറിയാം, റിപ്പോർട്ടർ ചാനൽ കുറെ പണമൊക്കെ ഇറക്കി അധികം താമസിയാതെ പൂട്ടേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. വേറെ ഏതോ കമ്പനിയുമായൊക്കെ ഇപ്പൊ സംസാരിച്ച്, നോർത്ത് ഇന്ത്യൻസ് സംസാരിച്ച് ഏതോ ഒരാളെ അതിനകത്തേക്ക് അവരുടെ കമ്പനിയിലേക്ക് ഇത് മാറ്റാനും ഒക്കെ ഉള്ള ശ്രമം നടത്തുന്നുണ്ട്. കാരണം കമ്പനി നിലനിൽക്കുന്നതല്ല, ആഭ്യന്തര വകുപ്പിന്റെ ക്ലിയറൻസ് ഇല്ലാത്തതാണ്. പക്ഷെ കമ്പനി വേറൊരു കമ്പനിയുമായി ടൈപ്പ് ചെയ്ത് കമ്പനി നിലനിർത്താനുള്ള ശ്രമമൊക്കെ അവർ നടത്തുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അത് എത്രത്തോളം ഫലവത്താവും അറിയില്ല. കാരണം ഇവർ ചെയ്തത് നിയമലംഘനവും ഗുരുതരമായ കുറ്റവുമായതുകൊണ്ട് PFI ബന്ധമൊക്കെ നേരത്തെ ഈ അതുമായി ബന്ധപ്പെട്ട ചില ചോദ്യം ചെയ്യലുകളൊക്കെ നടന്നിട്ടുണ്ട്. PFIയുടെ ഫണ്ട് വന്നിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് സംബന്ധിച്ച്. അപ്പൊ അതുകൊണ്ട് അതും ഈ ഇതുമായൊക്കെ കൂട്ടി നടക്കുമ്പോൾ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നറിയില്ല. അതേ അവസ്ഥയിലാണ് ഇപ്പോൾ ആ ചാനൽ നിൽക്കുന്നത്. ഇതും ഏതാണ്ട് ആ അവസ്ഥയിൽ തന്നെയാണ്. അതായത് ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് കാരണം നല്ല മാധ്യമം. അവിടെ ഞാനൊരു വ്യത്യസ്തത കാണുന്നത്, ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് എല്ലാവരും ഇറങ്ങി നേരെ ബിഗ് TVയിലേക്ക് പോയപ്പോൾ റിപ്പോർട്ടർ ചാനൽ വളരെ തന്ത്രപരമായ ഒരു തീരുമാനം എടുത്തത് അനിൽ എന്ന് പറയുന്ന, നമുക്കറിയാം അനിൽ ഇമ്മാനുവലിനെ റിപ്പോർട്ടർ ചാനൽ എടുത്തു എന്നുള്ളതാണ്. നല്ല കാമ്പുള്ള മര്യാദയുള്ള അതായത് അയാൾ പറയുന്ന ഒരു കാര്യത്തിൽ സത്യമുണ്ടെങ്കിൽ അയാൾ പറയുള്ളൂ, വിശ്വാസ്യതയുള്ള ജേർണലിസ്റ്റാണ് അനിൽ ഇമ്മാനുവൽ. എങ്ങനെയാ കൂടാരത്തിൽ ചെന്നപ്പെട്ടു എന്ന് എനിക്കറിയില്ല. അത് ചെയ്യരുതായിരുന്നു എന്ന അഭിപ്രായമാണ് എനിക്ക് അനിലിനോടുള്ളത്. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഇപ്പൊ എന്നെ വിളിച്ചാൽ ഞാൻ പോകും, സ്വാതന്ത്ര്യമാണ്. പിന്നെ സാമ്പത്തികം മെയിൻ സ്ട്രീമിലേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടാവുന്നു എന്നുള്ളത്, അതൊക്കെ അതുകൊണ്ടായിരിക്കും അനിൽ വന്നത്. പക്ഷെ അനിൽ നല്ല ജേർണലിസ്റ്റ് ആണ്. ആ കാര്യത്തിൽ എനിക്ക് എതിരെ അഭിപ്രായമില്ല. അനിൽ എവിടെ പോയാലും അനിൽ നല്ല ജേർണലിസ്റ്റ് ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം എത്തിക്സ് ഉള്ള ജേർണലിസ്റ്റ് ആണ് അനിൽ. ഇപ്പൊ ദിലീപിന്റെ വിഷയമായൊക്കെ ബന്ധപ്പെട്ടാണെങ്കിൽ വളരെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞ ഒരാളാണ് അനിൽ. പക്ഷെ അതിന് നേരെ ഓപ്പോസിറ്റ്, ദിലീപിനെതിരെ നേരെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ്, അവരുടെ ഒരു അജണ്ട വെച്ച് ആക്രമിക്കുന്ന ചാനലിലേക്കാണ് അനിൽ. അതൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷെ എങ്കിൽ പോലും അനിൽ നല്ല ജേർണലിസ്റ്റാണ്. അനിൽ അത്തരം വിഷയങ്ങളിൽ ആ ഒരു നിലപാട് എടുക്കുകയുള്ളൂ. അനിലിന്റെ നിലപാടിനെതിരായി എന്തെങ്കിലും വന്നാൽ അനിൽ അവിടെ നിന്ന് ഇറങ്ങുമെന്നും എനിക്കറിയാം. അങ്ങനത്തെ ഒരു ജേർണലിസ്റ്റാണ് അനിൽ. പക്ഷെ അപ്പോഴും ഈ ജേർണലിസ്റ്റുകൾ, അതായത് ആങ്കർമാരെ വെച്ച്, ആങ്കർമാർക്ക് സത്യം പറഞ്ഞാൽ യാതൊരു ബോധവുമില്ലാത്ത ആങ്കർമാരായിരിക്കും 90% പേര്. പിന്നെ ടോക്ക് ബാക്കിലൂടെ സീനിയർ ജേർണലിസ്റ്റുകൾ പറഞ്ഞു കൊടുക്കുകയോ മണിക്കൂറുകളോളം വേറൊരു പണിയും എടുക്കാതെ, എനിക്കറിയാം അങ്ങനത്തെ ചിലരെ അറിയാം. രാവിലെ മുതൽ ഇപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായി, ആ ഇഷ്യൂവിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ രാവിലെ മുതൽ ഇവർ പഠിക്കുകയാണ്.
പഠിക്കുന്നതിനൊരു പരിമിതിയുണ്ട്. നമ്മൾ കാര്യങ്ങൾ പഠിക്കുമ്പോൾ വിശദമായി പണ്ട് മുതലുള്ള കാര്യങ്ങൾ നമ്മൾ അറിയുന്നതും ആ വിഷയത്തെ അധികരിച്ച് പഠിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്, ഞാൻ റിപ്പോർട്ടർ ചാനലിൽ ഒരു ബ്ലണ്ടർ എനിക്കത് ഒരു തരത്തിലും സഹിക്കാൻ കഴിയില്ല, പറയാതിരിക്കാനും കഴിയില്ല. ഞാൻ കണ്ട കാലം മുതൽ അവിടുത്തെ ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ, ഞാൻ റിപ്പോർട്ടർ ജോലി ചെയ്യുമ്പോഴും ഞങ്ങളുടെയൊക്കെ മേലുദ്യോഗസ്ഥയായിരുന്നു സ്മൃതി. പല ചാനലുകളിലും ജോലി ചെയ്തിട്ടുണ്ട്. പേര് കൂടി ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. അന്ന് അത്രയും വർഷത്തെ പാരമ്പര്യമുള്ള സ്മൃതി ഒരു ചാനൽ ചർച്ചയിൽ ഞാൻ വളരെ അന്തം വിട്ടുപോയി. ദിലീപിന്റെ കേസുമായി ബന്ധപ്പെട്ട് ഒരാൾ പുറത്തു വന്ന് പറയുന്നു ജഡ്ജി വന്നു എന്ന് പറഞ്ഞു. ആ സെക്കൻഡിൽ എനിക്ക് മനസ്സിലായി ജഡ്ജി എഴുന്നേറ്റ് നിന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ കോടതി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്, ഞാൻ കോടതിയിൽ പോയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ജഡ്ജി കയറി വരുമ്പോൾ ഉള്ള ആ ബാറും ബെഞ്ചും തമ്മിലുള്ള ബന്ധമാണ് ജഡ്ജി എണ്ണീറ്റ് നിന്ന് വിഷ് ചെയ്യുക എന്നുള്ളത്, വരുമ്പോൾ വിഷ് ചെയ്തിട്ടിരിക്കുക എന്നുള്ളത്. അദ്ദേഹം തൊഴുതിട്ടേ ഇരിക്കുള്ളൂ. അത് ലോകത്ത് ഈ കോടതിയിൽ വരാന്തയിൽ ഒരു കല്യാണത്തിന് ഡിവോഴ്സ് കേസെങ്കിലും നടത്താൻ പോയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അത് അറിയാൻ പറ്റും. ആർക്കെങ്കിലും സിനിമയിലും അത് കാണിക്കുന്നുണ്ടാവും. പക്ഷേ അത്ര സാമാന്യ ബോധ്യമില്ലാതെ പറയുകയാണ് ദിലീപ് വന്നപ്പോൾ അവിടെ എഴുന്നേറ്റ് നിൽക്കുന്ന ജഡ്ജിനെ കണ്ടില്ലേ, എങ്ങനെയാണ് ദിലീപിന് ആ ഇരയ്ക്ക് ഗുണം കിട്ടുക, നീതി കിട്ടുക എന്നൊക്കെ ചോദിച്ച് അലറി വിളിക്കും. ഞാൻ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോ ഞാൻ ജീവിതത്തിൽ ഒരു വീഡിയോ കട്ട് ചെയ്ത് സൂക്ഷിക്കുന്ന ആളല്ലേ, പക്ഷെ ആ വീഡിയോ ഞാൻ കട്ട് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളവരാണ് ഈ ആങ്കർമാരായി വരുന്നത്. പലപ്പോഴും ഘോഷയാത്രയാണ്. പല ആങ്കർമാരും അങ്ങനെയാണ്. പെട്ടെന്നൊരു വിഷയം വന്നാൽ ആർക്കും അത് സംസാരിക്കാനോ അല്ലെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് ഒരു പ്രാഥമിക അറിവ്, നമുക്കും എല്ലാം അറിയാമെന്നല്ല, പക്ഷെ ഏതൊരു വിഷയത്തെക്കുറിച്ചുമുള്ള പ്രാഥമികമായ ഒരു അറിവ് നമുക്കുണ്ടാവും, ഒരു അറിവ് നമുക്കുണ്ടാവും. അതിന്റെ ബാക്കിയുള്ളത് നമുക്ക് പിന്നെ ഉണ്ടാക്കാവുന്ന അറിവുകളാണ്. പക്ഷെ അത്ര പോലും ബോധ്യമില്ലാത്തവരാണ് ഈ ചാനലുകളിൽ പലപ്പോഴും ആങ്കർമാരായി വരുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന ബിഗ് ടി വിയിലും അത് തന്നെയാണ് സംഭവിച്ചത്. നല്ല ജേർണലിസ്റ്റ് എന്ന് പറയാൻ, നല്ലൊരു റിപ്പോർട്ടർ എന്ന് പറയാൻ ആ ബിഗ് ടി വിയിൽ ഒരു റിപ്പോർട്ടർ ഇല്ല എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നല്ല റിപ്പോർട്ടർമാരില്ലാത്തത് കൊണ്ട് തന്നെ വാർത്തയെ ട്രീറ്റ് ചെയ്യുന്ന രീതിയും വ്യത്യാസമായിരിക്കും. അപ്പൊ ചാനലുകൾക്ക് മുമ്പോട്ടുള്ള പോക്ക് ബുദ്ധിമുട്ടാകും. ഇവിടെ രണ്ട് കാര്യം എനിക്ക് തോന്നുന്നത്, രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. ഈ ചാനലിൽ ഇപ്പൊ ക്യാമറയൊക്കെ എടുത്തോണ്ട് പോയി എന്ന് പറയുമ്പോൾ ആദ്യം ഈ ചാനലിന്റെ ഡെസ്കിനെ സംബന്ധിച്ച്, ഡെസ്ക് കേരളത്തിലാണ് എന്ന് വരുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം നേരെ ഇവിടേക്ക് പോകുന്നു, നമ്മുടെ ഹൈദരാബാദിലേക്ക് പോകുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ ന്യൂസ് 18 ആദ്യഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ്, ആദ്യത്തെ സ്റ്റാഫുകളിൽ ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ അറിയാം. അപ്പൊ ആദ്യമേ ഈ റിപ്പോർട്ടർ ന്യൂസ് 18 തുടങ്ങുമ്പോൾ ന്യൂസ് 18 ആദ്യം ഈ ടി വിയിൽ നിന്നാണ് ന്യൂസ് 18ലേക്ക് വന്നത്. പിന്നാണ് അമ്പാരി ഗ്രൂപ്പ് വാങ്ങിക്കുകയും ഈ ടി വി നേരെ ന്യൂസ് 18 ആവുകയും ചെയ്യുന്നത്. അപ്പൊ ഈ ടിവിക്ക് ഒരുപാട് ചാനലുകളുണ്ട്. അത് ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റിയിലാണ് അവരുടെ സെൻട്രൽ ഡെസ്ക് ഉള്ളത്. അപ്പൊ അവിടെ ഒരുപാട് ചാനലുകളുണ്ട്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഇവിടെ സ്റ്റുഡിയോയുടെ പണി, ഒരു സ്ഥലം കണ്ടെത്തുന്നു. ആദ്യം വന്ന് ഒരു ചെറിയ ബ്യൂറോ പോലെ ഒരു സംവിധാനം എടുക്കുന്നു. അതിനുശേഷമാണ് സ്ഥലം കണ്ടെത്തുന്നു, ഡെസ്കിന് സ്ഥലം കണ്ടെത്തുന്നു, ഡെസ്ക് ചെയ്യാനുള്ള പണികൾ ചെയ്യാനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങുന്നു. ബാക്കിയുള്ള നെറ്റ് കുറെ കാര്യങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട തുടക്കമൊക്കെ. അപ്പൊ ആ സമയത്ത് കുറച്ച് നാൾ, അപ്പൊ പെട്ടെന്ന് ഇലക്ഷൻ വരുന്നു. അപ്പൊ ഇവിടെ നിന്ന് എടുത്ത ജേർണലിസ്റ്റുകളെ അവർ ട്രെയിൻ ചെയ്യാനായി അവിടെ ഹൈദരാബാദിൽ തന്നെ കൊണ്ടുപോയി നിർത്തിയിരുന്നു. ഹൈദരാബാദിൽ നിന്നാണ് ഇതിന്റെ കുറച്ചുപേർ ഇവിടെയും കുറച്ചുപേർ ഹൈദരാബാദിലുമായിട്ടാണ് ആദ്യഘട്ടത്തിൽ ഇതിന്റെ ലോഞ്ചിങ് തുടങ്ങിയത്. അപ്പൊ അതിനുശേഷം പിന്നെ ഈ അംബാനിയുടെ സംവിധാനമായതുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ അവർക്ക് സ്റ്റുഡിയോ സെറ്റ് ചെയ്യാൻ പറ്റിയാൽ അവർക്ക് പറ്റും. അവരിങ്ങി വന്നാൽ മതി, അതുകൊണ്ട് പെട്ടെന്ന് നടക്കും. അപ്പൊ അങ്ങനെ അത് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ പെട്ടെന്ന് അത് ഇവിടെ നിന്ന് സംപ്രേഷണം തുടങ്ങി. ആദ്യം പരീക്ഷണ സംപ്രേഷണമായിരുന്നു. ആ പരീക്ഷണ സംപ്രേഷണ സമയത്ത് അവിടെ നിന്നായിരുന്നു എങ്കിൽ ഇവിടെ നിന്ന് സംപ്രേഷണം തുടങ്ങുമ്പോൾ ഇവിടെ നിന്ന് തന്നെ സംപ്രേഷണം തുടങ്ങി. വളരെ പെട്ടെന്ന് വളരെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഫുൾ ഫ്ലഡ്ജായി സംപ്രേഷണം തുടങ്ങാൻ കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ ഇലക്ഷന് മുമ്പ്, ഇലക്ഷൻ മുന്നിൽ കണ്ടുണ്ട്, ഇലക്ഷൻ ആവുന്ന സമയത്താണ് സാധാരണഗതിയിൽ ഇങ്ങനെ ചാനലുകൾ വരുമ്പോൾ വളരെ പെട്ടെന്ന് ഫ്ലറിഷ് ആവാനുള്ള സംവിധാനം. അതുകൊണ്ടാണ് ഇലക്ഷന് മുമ്പ് എന്ന് പറയുന്നത് ഇലക്ഷന് തൊട്ട് മുമ്പ് തുടങ്ങിയത്. അപ്പൊ ഇലക്ഷന് തൊട്ട് മുമ്പ് ഈ ചാനൽ തുടങ്ങുന്നു. ഈ ചാനൽ തുടങ്ങിയ ഉടൻ തന്നെ ആ സമയത്ത് ഇവരെല്ലാം ഹൈദരാബാദിന് കൊണ്ടുപോകുന്നു. ഉടൻ തന്നെ തിരുവനന്തപുരത്ത്, കൊച്ചിയിൽ ഇവരുടെ സെൻട്രൽ ഡെസ്ക് വരുമെന്നൊക്കെ കേട്ടിരുന്നു. ഇപ്പൊ ഏതായാലും അതിനെക്കുറിച്ച് വലിയ പറച്ചിലൊന്നും ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാരണം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇത് തെലങ്കാനയിലെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ സഹോദരനുമൊക്കെയായി ബന്ധപ്പെട്ട് അവർ പണം മുടക്കുന്ന ഒരു ചാനലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ കേരളത്തിൽ അതിന് ആരെങ്കിലും, അതാണ് ഈ പറയപ്പെടുന്ന അനിൽ അരൂരിനോട് പ്രാമുഖ്യം കിട്ടിയത്. അനിൽ അരൂർ അടക്കമുള്ളവർ ഒരു ഫ്രാഞ്ചൈസി പോലെ എടുത്ത് ഇവിടെ നിന്നും ഇവിടെ ആൾക്കാരെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അവരുടെ ഒരു സഹോദര സ്ഥാപനം പോലെ ആണെങ്കിലും പണം കണ്ടെത്തേണ്ടത് കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ അനിൽ അരൂരിന് ഇഷ്ടമുള്ള ഏതെങ്കിലും ആരിൽ നിന്നോ പണം കണ്ടെത്തി സ്റ്റുഡിയോയും അതുപോലുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കാനുള്ള നീക്കമായിരുന്നു നടത്തിയത്. ആ സ്റ്റുഡിയോയുടെ പ്രവർത്തനം എത്രത്തോളമായി എന്നറിയില്ല. പിന്നെ ഈ ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ക്യാമറയൊക്കെ കേരളത്തിൽ നിന്നല്ല, മിക്കവാറും കേരളത്തിലോ ഇന്ത്യയിൽ നിന്നോ അല്ല ഈ ക്യാമറ ഒന്നും വാങ്ങുന്നത്. ക്യാമറ ഇമ്പോർട്ട് ചെയ്യുന്നതാണ്.
അപ്പോൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ കുറച്ച് ദിവസങ്ങൾ എടുക്കും. ക്യാമറയ്ക്ക് ഓർഡർ കൊടുത്ത് എത്ര ക്യാമറ വേണം, അതിന് ഇമ്പോർട്ട് ചെയ്യാനുള്ള സമയമുണ്ട്. അത് കാർഗോയിൽ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ ക്ലിയറൻസ് മാസങ്ങൾ എടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ആ ക്യാമറ വരാനുള്ള താമസമാണോ എന്ന് അറിയില്ല, അങ്ങനെ ചിന്തിക്കാം. ആ സമയത്ത് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇലക്ഷൻ ആയതുകൊണ്ട് കുറച്ച് ക്യാമറകൾ ഹയർ ചെയ്തിട്ടുണ്ടാവും. ആ ക്യാമറകളായിരിക്കും ഇപ്പോൾ വാടക മുടങ്ങിയ സാഹചര്യമാണെങ്കിൽ അത് എടുത്തുകൊണ്ട് പോകുള്ളൂ, അല്ലെങ്കിൽ പുതിയ ക്യാമറകൾ വരുന്നിടം വരെ അവർക്ക് കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ഇപ്പൊ മനസ്സിലാക്കുന്ന പല സ്ഥലങ്ങളിൽ നിന്നും വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. ന്യൂസ് 18 ഇതേ സംവിധാനത്തിലായിരുന്നു, പിന്നെല്ലാം ക്യാമറയൊക്കെ വന്നു, എല്ലാ സ്ഥലത്തും ബ്യൂറോകളൊക്കെ ആയി. പക്ഷെ ഫീസിബിൾ അല്ല എന്ന് കണ്ട സമയത്ത് ന്യൂസ് 18 എന്ത് ചെയ്തു വെച്ചാൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ന്യൂസ് 18 വളരെ ക്യാമറാമാൻമാരും കുറവാണ്. അവരും പോകുന്നത് ഒരു ഫോണും സാധാരണ നമ്മൾ ഈ ഓൺലൈൻകാർ പോകുന്ന പോലെ. ഓൺലൈൻകാർക്ക് ഇപ്പൊ നമുക്ക് ക്യാമറയുണ്ട്, നമുക്ക് 3-4 ക്യാമറ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ സാധാരണ ഓൺലൈൻകാർക്ക് ക്യാമറ ഇല്ലാതെ ഈ സാധാരണ ചെറിയ യൂട്യൂബിൽ നടത്തുന്ന മൊബൈലുമായി നടക്കുന്ന അത്തരത്തിലാണ് ഇപ്പോൾ. ഐഫോൺ ഉണ്ടെങ്കിൽ ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അത് അങ്ങനെയാണ് ഇപ്പോൾ ന്യൂസ് 8 പോലും വർക്ക് ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കേരളത്തിലെ മറ്റാരും ജേർണലിസത്തിന് വേണ്ടി പണം മുടക്കി അതൊരു ഒരു എന്താണ് എത്തിക്സിന് വേണ്ടി നടത്തുന്ന പോലെയല്ല മറ്റുള്ളവരൊക്കെ, മാർവാടികളും മറ്റുള്ളവരും ഒക്കെ ഈ ചാനലുകളൊക്കെ നടത്തുന്നത്. അവർക്ക് പണമാണ്. ഞാനൊരു കാര്യം പെട്ടെന്ന് ഓർമ്മ വന്ന, നമ്മുടെ ഇന്ത്യൻ മാധ്യമ രംഗത്തെ ഒരു അധികായനായിരുന്നു പ്രണബ് റോയ്. അദ്ദേഹം പണമാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാന കാര്യം. ഇതൊരു വലിയ ബിസിനസ്സിലേക്ക് വന്നു. 8,000 കോടി രൂപയുടെ കടമൊക്കെ ആയി, ബാങ്ക്രപ്റ്റ് ആയി, പിന്നെ അവസാനം അത് അദാനി ഏറ്റെടുക്കുകയായിരുന്നു, എല്ലാം വിറ്റു. ഇപ്പൊ അദ്ദേഹം ഒരു ചെറിയ മൈക്കും ഒരു ഐഫോണുമായിട്ട് അദ്ദേഹം തന്നെ ഇറങ്ങി നേരിട്ട് അദ്ദേഹം ഷൂട്ട് ചെയ്ത്, വേറെ ആരുമില്ല, അദ്ദേഹം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ഇനി എഡിറ്റിങ്ങിന് ആരെങ്കിലും ഒക്കെ കാണുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അതൊരു പെട്ടെന്ന് ശ്രീല പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നത് അതാണ്. അപ്പൊ ന്യൂസ് 18 ഒക്കെ അങ്ങനെ ഒരു മാർഗത്തിലേക്ക് തിരിഞ്ഞെങ്കിൽ നമ്മുടെ ചാനൽ സംസ്കാരം മൊത്തത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ മാത്രമല്ല ഇവരുടെയൊക്കെ വരുമാനം ഇപ്പൊ യൂട്യൂബാണ്. മെയിൻ സ്ട്രീമിൽ നിന്ന് വരുന്ന അഡ്വർടൈസ്മെന്റിനെക്കാട്ടിലും കൂടുതൽ അവരെല്ലാം യൂട്യൂബ് വരുമാനം. 24 ഒക്കെ വർക്ക് ചെയ്യുന്ന. പക്ഷെ അവിടെ ഒരു വ്യത്യാസമുണ്ട്. ഈ സാറ്റലൈറ്റ് ചാനലുകൾക്ക് യൂട്യൂബിലേക്ക് വരുമ്പോൾ യൂട്യൂബ് ചാനലുകൾക്ക് കിട്ടുന്ന അത്രയും വലിയൊരു വരുമാനം അല്ലെങ്കിൽ അത്രയും എക്സ്പോഷർ, അത്രയും പിന്തുണ ഒന്നും യൂട്യൂബിൽ നിന്ന് കിട്ടുന്നില്ല. അതായത് യൂട്യൂബിന് 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, യൂട്യൂബില് സീരിയസ് ആയിട്ടുള്ള, ഇപ്പൊ എനിക്ക് കിട്ടുന്ന വരുമാനമായിരിക്കില്ല ഒരു പക്ഷേ കുറച്ച് മഞ്ഞയും പച്ചയും ഒക്കെ കലർത്തുന്ന ആൾക്കാർക്ക് കിട്ടുന്ന വരുമാനം. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പൊ യൂട്യൂബ് നമ്മൾ നടത്തുന്നതെന്ന് വെച്ചാൽ അത് വളരെ കൃത്യമായി ഒരു വാർത്താ ചാനലിന്റെ എല്ലാ സംവിധാനങ്ങളോടും കൂടി ആവശ്യമില്ലാത്ത ഭാഷ ഉപയോഗിക്കാതെ വളരെ വൃത്തിയായി തെളിവുള്ള വാർത്തകൾ മാത്രം കൊടുത്ത് പണം വാങ്ങിച്ച് വാർത്ത ചെയ്യുക, അതൊക്കെയാണ് നമ്മൾ ചാനൽ നടത്തുന്നത്. പക്ഷെ അല്ലാതെ എനിക്കറിയാവുന്ന ചില യൂട്യൂബേഴ്സ് ഉണ്ട്, അവിഹിതം പറയും. അവരുടെയൊക്കെ പണി എന്ന് വെച്ചാൽ പകുതി ചാനലുകാരും ചെയ്യുന്ന അങ്ങനെയാണ്. അവിഹിതത്തിനൊക്കെ മാർക്കറ്റ് കൂടുതലാണ്. കാരണം ആൾക്കാർ കൂടുതൽ, എല്ലാ വിഭാഗത്തിലും പെട്ടവർ ചാടി നോക്കും. ആ മഞ്ഞപ്പത്രത്തിന്റെ രീതിയാണ് 90% ചാനലുകളും അവലംബിക്കുന്നത്. പക്ഷെ ഈ പറയപ്പെടുന്ന ചാനലുകളുണ്ടല്ലോ, ഈ സോക്കോൾഡ് മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് പറയുന്ന അവരുടെ യൂട്യൂബും അവരുടെ മറ്റ് ഓൺലൈനുകളും ഒക്കെ ഈ മഞ്ഞ വല വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഞാൻ അന്തം വിട്ടു പോയിട്ടുണ്ട് ചില വാർത്തകൾ കണ്ടിട്ട്. അങ്ങനെ മഞ്ഞ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ചില ഈ സാധാരണ ആ യൂട്യൂബേഴ്സ് ഒക്കെ. ചെയ്യുന്ന യൂട്യൂബ് ഉണ്ടല്ലോ, ഇപ്പൊ ന്യൂസ് 18 യൂട്യൂബ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഒരു നിലവാരവും ഇല്ലാത്ത വാർത്തകൾ പലപ്പോഴും ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോ പല കേസുകളിലും പെട്ടിട്ടുള്ള, ഇപ്പൊ ഈവൻ ഈ ഗുരുവായൂർ വന്നിട്ടുള്ള ആ കേസുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ അങ്ങനെ പ്രശ്നത്തിൽ നിൽക്കുന്ന ഒരു സ്ത്രീയെ നിരന്തരം ഇന്റർവ്യൂ ചെയ്ത് അവർക്ക് റീച്ച് കിട്ടുന്നു എന്നാണ് അവരുടെ കാര്യം. അതൊക്കെ വളരെ മോശപ്പെട്ട കാര്യം. ഞാൻ അങ്ങനെ ഒരു കാര്യവും എനിക്ക് ആകെ പറയാനുള്ളത്, ഞാൻ ഈ 5 വർഷം യൂട്യൂബ് 4-5 വർഷമാകുന്നു, എനിക്ക് ആകെ പറയാനുള്ളത് ഞാൻ ഒരു ഫ്രോഡിനെയും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതെനിക്ക് വളരെ സന്തോഷമുണ്ട്. സമൂഹത്തിന് ദ്രോഹം ചെയ്യുന്ന ഒരു കാര്യവും ഒരാളെയും നമുക്ക് തിരിച്ച് അതെ അതാ പറഞ്ഞത്. അപ്പൊ ബിഗ് ടിവിയിലേക്ക് വന്നാൽ എനിക്ക് തോന്നുന്നു ഒന്നുകിൽ ഒരു പക്ഷേ ബിഗ് ടിവി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന പോലെ ക്യാമറ വരാനുള്ള താമസമാണെങ്കിൽ കൂടി ആ ക്യാമറ എത്തിക്കഴിഞ്ഞ ശേഷമാണല്ലോ ഇത് ഹാൻഡ് ഓവർ ചെയ്യേണ്ടത്. പല സ്ഥലത്തെ ബ്യൂറോകൾ പൂട്ടി തുടങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ബ്യൂറോകളൊക്കെ പൂട്ടി എന്നാണ് മനസ്സിലാക്കുന്നത്. ന്യൂസ് 18 ഇപ്പൊ നിലവിൽ ബ്യൂറോകൾ ഇല്ല. എല്ലാ സ്ഥലത്തും വീടുകളിലും ഒക്കെ ഇരുന്ന് റിപ്പോർട്ടർമാർ റിപ്പോർട്ട് ചെയ്യുന്നു. എവിടെയെങ്കിലും ഹോട്ടലിൽ റൂം എടുത്ത്, ഹോട്ടലിലല്ല താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇരുന്നാണ് റിപ്പോർട്ടർമാർ റിപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്യാമറമാനെ ഒഴിവാക്കി റിപ്പോർട്ടർ തന്നെ ഫോണും ഇതൊക്കെ ആയി പോകുന്നു എന്നൊക്കെ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെയാണ് ഈ സാഹചര്യവും എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. നേരെ മറിച്ച് 24-നെ സംബന്ധിച്ച് 24 വന്നു കഴിഞ്ഞാൽ അന്നും ഇതുപോലെ സ്പേസ് ഇല്ലാത്തൊരു സമയത്താണ് 24 വരുന്നത്. പക്ഷെ 24 ഉണ്ടായ ഒരു ഗുണമെന്ന് വെച്ചാൽ അവർ വാർത്തകൾ ചെയ്ത് മുന്നേറി വന്നു. അതുകൊണ്ട് അവരുടെ ബ്യൂറോകളൊക്കെ അവർക്ക് നിലനിർത്താൻ കഴിയും എന്നുള്ളതാണ്. പക്ഷെ ന്യൂസ് 18-നെ സംബന്ധിച്ചിടത്തോളം ന്യൂസ് 18 ഒരു കാലത്തും നല്ല ശമ്പളം കൊടുത്ത്
ഈ ഇൻഡസ്ട്രിയിൽ ഏറ്റവും നല്ല ശമ്പളം കൊടുത്ത് ആൾക്കാരെ ഹയർ ചെയ്ത് എല്ലാ സ്ഥാപനങ്ങളിലും തിളങ്ങി നിന്ന ആൾക്കാരെയൊക്കെ ഹയർ ചെയ്തെടുത്താണ്. പക്ഷെ അതിന്റെ ആ നടത്തിപ്പിൽ ആദ്യഘട്ടത്തിൽ അത് നടത്തിച്ച ആൾക്കാരുണ്ട്. ചില ഇപ്പൊ ഇവിടെ കേരളത്തിൽ നിന്നുള്ള ചില അന്തം കമ്മികളെ, മുതിർന്ന അന്തം കമ്മികളെ അതിന്റെ തലപ്പത്തെത്തിച്ചു. അവർ അവിടെ ഉണ്ടാക്കിയ തൊഴിലാളി പ്രശ്നങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും കൊണ്ട് അത് വീണുപോയി. ഒരിക്കലും എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിൽ ആ ചാനൽ വീണുപോയി. പിന്നെ എങ്ങനെയൊക്കെയോ ഇങ്ങനെ നടന്നു പോകുന്നു. ഏത് സമയത്താണ് ഈ ബിഗ് ടിവിക്ക് ഒരു മോശപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. കാരണം നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മളെ പോലെ തന്നെയുള്ള ജേർണലിസ്റ്റുകളാണ് അവിടെ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് ആ കമ്മ്യൂണിറ്റിക്ക് ദ്രോഹം ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് നല്ല ചാനലായിട്ട് മലയാളത്തിൽ വരട്ടെ എന്നാണ്. ചർച്ചകളും സംവാദങ്ങളും ഒക്കെ നടക്കട്ടെ. അവർക്ക് അവരുടേതായ സംഭാവനകൾ നൽകാൻ കഴിയട്ടെ. അനുകൂലിച്ചും പ്രതികൂലിച്ചും വിമർശനങ്ങളും ഇതൊക്കെ വിമർശനങ്ങളൊക്കെ ഇതിലുണ്ടാവും. വേറെ കാര്യം, വിമർശിക്കുക വേണം. പക്ഷേ ഒരു സ്ഥാപനം നിലനിൽക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതെ.